ലോകത്തിലെ ഏറ്റവും വലിയ സ്പേസ് ഏജൻസിയായ നാസ അടച്ചുപൂട്ടിയിരിക്കുന്നു. അതെ, ഈ ഒക്ടോബർ 1 മുതൽ US ഗവൺമെന്റുമായുള്ള ചില ഫണ്ടിംഗ് ഇഷ്യൂസ് കാരണമാണ് നാസ അടച്ചുപൂട്ടിയിരിക്കുന്നത്. പ്രധാനമായും നാസയുടെ പുതിയ റിസർച്ചുകൾ, ഒബ്സർവേഷൻസ്, പബ്ലിക്കിലെയുള്ള ഡാറ്റ അപ്ഡേറ്റുകൾ എന്നിവയൊക്കെ നാസ നിലവിൽ നിർത്തിവെച്ചിട്ടുണ്ട്. എന്നാൽ ഇത് താൽക്കാലിക അടച്ചുപൂട്ടലാണെന്നും ഉടനെ തന്നെ നാസ റീഓപ്പൺ ചെയ്യും എന്നുമാണ് പലരും പറയുന്നത്. എന്നാൽ ഇതുമൂലം മറ്റൊരു പ്രശ്നം സംഭവിക്കുന്നുണ്ട്. അതായത് നമ്മുടെ സൗരയൂഥത്തിൽ 3I/Atlas എന്ന ഇന്റർസ്റ്റെല്ലാർ ഒബ്ജക്റ്റ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. എന്നാൽ നമുക്കറിയാം, സ്പേസ് രംഗത്ത് കൂടുതൽ ടെക്നോളജി ഉള്ളത് നാസയുടെ കയ്യിലാണ്. അതുകൊണ്ട് തന്നെ ഈ വസ്തുവിനെ കുറിച്ച് കൂടുതൽ പഠിക്കാൻ സാധിക്കുന്നതും നാസയ്ക്കാണ്. എന്നാൽ നാസയുടെ ഈ അടച്ചുപൂട്ടൽ മൂലം നമുക്ക് ഇന്റർസ്റ്റെല്ലാർ സ്പേസിനെ കുറിച്ച് പഠിക്കാനുള്ള വലിയ ഒരു ഓപ്പർച്യൂണിറ്റിയാണ് നഷ്ടമാകുന്നത്. എങ്കിലും മറ്റ് സ്പേസ് ഏജൻസികളും യൂണിവേഴ്സിറ്റികളും ഒബ്സർവേറ്ററികളും എല്ലാം മാക്സിമം ഈ ഒരു ഒബ്ജക്റ്റിനെ കുറിച്ച് പഠിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഗൈസ്, നിങ്ങൾ വീഡിയോ കണ്ടല്ലോ. അപ്പോൾ ഇത് റിയൽ ആണോ ഫേക്ക് ആണെന്ന് എനിക്കറിയില്ല. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം മാക്സിമം വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ പറയാൻ ശ്രമിക്കുക.